ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വിൽ ബിയുടെ യൂസേജാണ് പഠിക്കാൻ പോകുന്നത്. ഭാവി കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വിൽ ബി ഉപയോഗിക്കുന്നത്. ഞാൻ ഭാവിയിൽ ഡോക്ടർ ആകുകയില്ല, ആകുമോ? ഞാൻ ഭാവിയിൽ അത് ചെയ്യും, അത് ചെയ്യുകയില്ല, അത് ചെയ്യുകയാകുമോ? തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വിൽ ബി ഉപയോഗിച്ച് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആർ യു റെഡി? ഫസ്റ്റ് നമുക്ക് ആകും എന്ന ഭാഗം നോക്കാം. ഫ്യൂച്ചറിലാണ് നമ്മൾ ആകും, ഞാൻ അതാകും, ഇതാകും ഒക്കെ നമ്മൾ പറയാറുള്ളത്. ഇതിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വിൽ ബി പ്ലസ് നൗൺ ആണ്. സിംഗുലറോ പ്ലൂരലോ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഒരു മാറ്റവും വ്യത്യാസവും ഇവിടെ സംഭവിക്കുന്നില്ല. നമുക്കൊരു ഉദാഹരണം നോക്കാം. എൻ്റെ ഭാവിയിൽ ഞാൻ ഒരു ഡോക്ടർ ആകും. ഐ വിൽ ബി എ ഡോക്ടർ ഇൻ മൈ ഫ്യൂച്ചർ. മറ്റൊരു ഉദാഹരണം, നാളെ ഈ സമയം ഞങ്ങൾ കോളേജിലാകും. വി വിൽ ബി അറ്റ് കോളേജ് അറ്റ് ദിസ് ടൈം ടുമോറോ. മറ്റൊരു ഉദാഹരണം കൂടെ, എൻ്റെ ഭാവിയിൽ ഞാനൊരു ടീച്ചറാകും. ഐ വിൽ ബി എ ടീച്ചർ ഇൻ മൈ ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭാവിയിൽ ഞാൻ എന്താകും എന്ന് പറയാൻ വേണ്ടിയാണ്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഒക്കെ പറയാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, വിൽ ബി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ആകൂല. ഭാവിയിൽ ഞാൻ അതാകൂല എന്ന് പറയാൻ എന്താണ് ചേർക്കേണ്ടത്? വിൽ നോട്ട് ബി. വില്ലിൻ്റെയും ബിയുടെ ഇടയിൽ നോട്ട് ചേർത്താൽ മതി. ഞാൻ ആകൂല. ഇവിടെ സിംഗുലർ സബ്ജക്റ്റുകളോ പ്ലൂറൽ സബ്ജക്റ്റുകളോ വരുമ്പോൾ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഒരു ഉദാഹരണം, എൻ്റെ ഭാവിയിൽ ഞാൻ ഒരു ഡോക്ടർ ആകൂല. അതെങ്ങനെ പറയാം? ഐ വിൽ നോട്ട് ബി എ ഡോക്ടർ ഇൻ മൈ ഫ്യൂച്ചർ. മറ്റൊരു എക്സാമ്പിൾ, നാളെ ഈ സമയം ഞാൻ കോളേജിൽ ആകൂല. വി വിൽ നോട്ട് ബി അറ്റ് കോളേജ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇനി അടുത്തതാണ് ആകുമോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? നീ നിൻ്റെ ഭാവിയിൽ ഒരു ഡോക്ടർ ആകുമോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഇവിടെ വിൽ ബി എന്നതിൻ്റെ ഇടയിൽ സബ്ജക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇവിടെ സിംഗുലറോ പ്ലൂരലോ സബ്ജക്റ്റുകൾ വരുമ്പം ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നീ ഭാവിയിൽ ഒരു ഡോക്ടർ ആകും. യു വിൽ ബി എ ഡോക്ടർ ഇൻ യുവർ ഫ്യൂച്ചർ. എന്നാൽ നീ ഭാവിയിൽ ഒരു ഡോക്ടർ ആകുമോ എന്ന് എങ്ങനെ ചോദിക്കാം? വിൽ യു ബി എ ഡോക്ടർ ഇൻ യുവർ ഫ്യൂച്ചർ. ഇവിടെ വില്ലിനെ യുവിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരിക, അപ്പോൾ അതൊരു ചോദ്യമായി മാറും. മറ്റൊരു ഉദാഹരണം, നാളെ ഈ സമയം അവൻ കോളേജിൽ ആകുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ? ഇതെങ്ങനെ ചോദിക്കാം? വിൽ ഹി ബി അറ്റ് കോളേജ് അറ്റ് ദിസ് ടൈം ടുമോറോ. മറ്റൊരു ഉദാഹരണം, നീ നാളെ വരുമോ? ഇതെങ്ങനെ ചോദിക്കാം? വിൽ യു ബി കം ടുമോറോ. ലാസ്റ്റ് ഉദാഹരണം, അവൻ നാളെ ഒരു ബിരിയാണി ഉണ്ടാക്കുമോ? ഇതെങ്ങനെ ചോദിക്കാം? വിൽ ഹി ബി മേക്ക് എ ബിരിയാണി ടുമോറോ. വാട്ട്, വു, വേർ, വെൻ തുടങ്ങിയ WH ക്വസ്റ്റ്യൻസ് വെച്ച് ഇതെങ്ങനെ ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം, നിൻ്റെ ഭാവിയിൽ നീ എന്താകും? ഇതെങ്ങനെ ചോദിക്കാം? വാട്ട് വിൽ യു ബി ഇൻ യുവർ ഫ്യൂച്ചർ. ദെൻ അടുത്തത്, നിൻ്റെ ഭാവിയിൽ നീ ആരാകും? വു വിൽ യു ബി ഇൻ യുവർ ഫ്യൂച്ചർ. നാളെ നീ എവിടെയാകും? വേർ വിൽ യു ബി ടുമോറോ. നീ എപ്പോഴാണ് ഒരു ഡോക്ടർ ആവുക? വെൻ വിൽ യു ബി എ ഡോക്ടർ. നെക്സ്റ്റ്, ചെയ്യുകയാകും. നമ്മൾ ഭാവിയിൽ യാത്ര ചെയ്യുകയായിരിക്കും, ഞാൻ ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും അടുത്ത വർഷം. ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാമെന്ന് നോക്കാം. ഇവിടെയും സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമുക്ക് ഉദാഹരണം നോക്കാം. നാളെ ഈ സമയം ഞാൻ യാത്ര ചെയ്യുകയാകും. ഇതെങ്ങനെ പറയാം? ഐ വിൽ ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയം ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയായിരിക്കും. വി വിൽ ബി സിറ്റിംഗ് ഇൻ ദ ക്ലാസ് അറ്റ് ദിസ് ടൈം ടുമോറോ. അടുത്തത് ചെയ്യുകയാകൂല. ഇതെങ്ങനെ പറയാം? ഞാൻ നാളെ യാത്ര ചെയ്യുകയാകൂല.
തുടങ്ങിയവ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ഉദാഹരണം നോക്കാം. നാളെ ഈ സമയം ഞാൻ യാത്ര ചെയ്യുകയാകൂല. ഐ വിൽ നോട്ട് ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇവിടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വിൽ നോട്ട് ബി പ്ലസ് വെർബ് പ്ലസ് ING. സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഒരു മാറ്റം ഇവിടെയും സംഭവിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. നാളെ ഈ സമയം ഞങ്ങൾ ഉറങ്ങുകയാവൂല. ഇതെങ്ങനെ പറയാം? വിൽ നോട്ട് ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ചെയ്യുകയാകുമോ എന്നത് എങ്ങനെ ചോദിക്കാം? നമുക്കൊരു ഉദാഹരണം നോക്കാം. നാളെ ഈ സമയം നീ യാത്ര ചെയ്യുകയാകുമോ? അതെങ്ങനെ ചോദിക്കുക? വിൽ യു ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇവിടെ വിൽ ബീൻ്റെ ഇടയിൽ യു ചേർക്കുക, വില്ലിനെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ? വിൽ യു ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഒരു ഉദാഹരണം കൂടെ നോക്കാം. നാളെ ഈ സമയം അവൾ ഉറങ്ങുകയാകുമോ? എങ്ങനെ ചോദിക്കാം? വിൽ ഷീ ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇനി അടുത്തത് WH ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുകയാകുമോ എന്നത് നമുക്ക് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. നമുക്ക് ഉദാഹരണം നോക്കാം. നാളെ എപ്പോഴാകും നീ യാത്ര ചെയ്യുക? എപ്പോഴിലാണ്? വെൻ. വെൻ വിൽ യു ബി ട്രാവലിംഗ് ടുമോറോ. നാളെ നീ എങ്ങനെയാകും യാത്ര ചെയ്യുക? എങ്ങനെയില്ല? ഹൗ വിൽ യു ബി ട്രാവലിംഗ് ടുമോറോ. ആരാകും നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്? വു വിൽ ബി ട്രാവലിംഗ് വിത്ത് യു. നീ അവിടെ ഏത് ജോലിയാകും ചെയ്യുക? വാട്ട് വിൽ യു ബി വർക്കിംഗ് ദർ. അടുത്ത വർഷം നീ ജോലി ചെയ്യുന്നത് എവിടെയാകും? വേർ വിൽ യു ബി വർക്കിംഗ് നെക്സ്റ്റ് ഇയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭാവിയിൽ ഡോക്ടറാകും, ആകുകയില്ല, ആകുമോ, ഞാൻ ഭാവിയിൽ അത് ചെയ്യും, ഞാൻ അത് ചെയ്യുകയില്ല, നീ ചെയ്യുകയാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പഠിച്ചത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.